ഹലോ, കേൾക്കുന്നുണ്ടോ? എൻ്റെ ഓഡിയോ ഓക്കെ ആണോ? ഓഡിയോ വീഡിയോ ഒക്കെ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യണേ. ഓക്കെ ആണ്. സോ വെൽക്കം. എൻ്റെ പേര് ഫസ്ന എന്നാണ്. സ്ഥലം പാലക്കാട് പട്ടാമ്പിയാണ് വരുന്നത്. മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് സ്ഥലം വരുന്നത്. ഹൗസ് വൈഫാണ്, 23 വയസ്സ്. ഞാൻ മുന്നേ മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഈ ഒരു മീറ്റോടെ വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരുപാട് പ്രോസ്പെക്റ്റസ് ആയിക്കോട്ടെ, എൻക്വയറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സിന് വരുന്ന പ്രോസ്പെക്റ്റസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് ഉള്ളത്, അതേപോലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ വില റേറ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. സോ അതിനൊക്കെ ഒരു ക്ലിയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റർ വെക്കുന്നത്. സോ ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റല്ലേ എല്ലാവരും? ഓക്കെയാണ്. സോ നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, നമുക്കിവിടെ മന്ത്ലി ഇൻകം വരും, ട്രിപ്സ് ഉണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. കാപ്ല ലെവൽസ്, ചെയർമാൻ ബോണസ്, ഈഗിൾ മാനേജർ ട്രീറ്റ്, ചെയർമാൻ ബോണസ്, ഗ്ലോബൽ വാലിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ബേസ് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി ഇല്ല. ഇവിടുത്തെ ഒരു ഗ്രോത്തൊക്കെ മെയിൻലി ഈ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റാണ്. പക്ഷേ നിങ്ങളിങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ സൺസ്ക്രീൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കണ്ടീഷണർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വാങ്ങിയാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല അല്ലേ. നിങ്ങളിവിടെ മനസ്സിലാക്കി, നിങ്ങളിവിടെ വന്നാൽ എന്തിനാ ഒരു ഏണിംഗ് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ, ജസ്റ്റ് ഏണിംഗ്, മറ്റുള്ള ജോലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഇൻകം ഏൺ ചെയ്യാം, വേറെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഹെൽത്ത് വേണം, വെൽത്ത് വേണം. ഇപ്പോൾ ആരോഗ്യം നോക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അവരില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി യൂസിന് പ്രൊഡക്റ്റ് അത്യാവശ്യമാണ് അല്ലേ. സോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇത് ഡിസ്കൗണ്ടിൽ കിട്ടുന്നു, കെമിക്കൽ ഇല്ലാണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കിട്ടുന്നു, മന്ത്ലി ഇൻകം കിട്ടുന്നു, ട്രിപ്സ് കിട്ടുന്നു, അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നു. നമുക്ക് എന്താ വേണ്ട എല്ലാം അത് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും പിന്നെ കോളേജ് ഫ്രണ്ട്സോടും സ്കൂൾ ഫ്രണ്ട്സോടും വലിയ ടച്ച് ഇല്ല. എനിക്ക് ടീം മെമ്പേഴ്സാണ് വല്ലേ, അവരെ വിളിച്ച് അവരെടുക്കലും വരാൻ പറഞ്ഞാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകും. കാരണം ഇവിടെ എൻ്റെ ടീം മെമ്പേഴ്സിനോട്ട് ഞാൻ ടൈം ചിലവാക്കും തോറും അവരുടെ ഗ്രോത്ത് എത്തിക്കൊണ്ടിരിക്കും. കാരണം ഞാനിപ്പോൾ അവരെക്കാൾ ഒരു റാങ്കിലാണ് നിൽക്കണേ. സോ എനിക്ക് അവരുടെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് അവർക്ക് നോളജ് കൊടുക്കാൻ പറ്റും. സോ അത് എൻ്റെ ബിസിനസ്സിനായിക്കോട്ടെ, എൻ്റെ ഫ്യൂച്ചറിനായിക്കോട്ടെ, എംപയറിനായിക്കോട്ടെ, കരിയറായിക്കോട്ടെ അവിടെ ബിൽഡ് ചെയ്യാണ്. സോ ഞാൻ ആ കാര്യം ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത് മെയിൻലി പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, എന്നോട് ചോദിക്കാം, ചാറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ ഞാനത് മീറ്റിൽ പറയുന്നതായിരിക്കും. സോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഞാനും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചാറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അറിയേണ്ടതെന്നും. ഫസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു മാർക്കറ്റിൽ സൺസ്ക്രീനൊക്കെ ഉണ്ട്, ജസ്റ്റ് അത് പറഞ്ഞു വേണ്ടിയിട്ട് ഇത് മാർക്കറ്റിൽ സൺസ്ക്രീനാണ്, നമ്മൾ സൺസ്ക്രീനാണ്. ഓക്കെ, സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ ക്രീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാമ്പു ആയിക്കോട്ടെ, കണ്ടീഷണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നും ഹെൽത്ത് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് സൺസ്ക്രീൻ്റെ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു വെക്കാനൊക്കെ പറ്റും, ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വായിച്ചു വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ മാർക്കറ്റിലെ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. നമ്മളെ എന്താ പറയുക, ഓക്കെ, കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺറൈസിൽ UVA UVB അങ്ങനത്തെ സൺറൈസ് ഉണ്ട് സണ്ണിൽ. സോ ഈ UVB നമ്മുടെ സ്കിൻ ഏജിങ്ങിന് കാരണമാകും, സ്കിന്ന് തൂങ്ങാൻ, ലൈൻസ് വീഴാൻ, ഉള്ള പ്രായത്തേക്കാൾ കുറച്ചും കൂടി പ്രായം തോന്നിക്കുന്നതിന് കാരണമാകും ഈ UVA ലൈന്. ഓക്കെ, ഇനി UVB സ്കിൻ സൺറൈസ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസറിന് കാരണമാവും, റെഡിഷ്നെസ്സിന് കാരണമാവും, സൺബേണിനൊക്കെ കാരണമാകുന്ന ഒരു സൺറൈസാണ് UVB എന്ന് പറയുന്നത്. സോ ഒരു മനുഷ്യന് വേറെ എന്ത് യൂസ് ചെയ്തില്ലെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ പറയുന്നതായിരിക്കും നിങ്ങൾ നോർമൽ ലൈറ്റിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതായത് രാത്രി വെളിച്ചില്ലാത്ത ടൈമിൽ മാത്രമാണ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റാത്തതുള്ളൂ എന്ന് അവർ പറയും. സോ നിർബന്ധം യൂസ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് വിചാരിക്കും എന്തിന് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെ, പക്ഷെ അത് നിങ്ങളുടെ പ്രീ മെച്ചറിന് കാരണമാകും ഈ സൺറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് മതി, ജസ്റ്റ് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ഒരു ഡോട്ട് ഇട്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമേ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും കേട്ടോ, ഒരു വൈറ്റ് കാസ്റ്റ് പോലെ, തേച്ച ഭാഗം തേക്കാത്ത ഭാഗമല്ലേ, ഇതിലൊരു വൈറ്റ് കാസ്റ്റ് പോലെ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഈ സിങ്ക് ഓക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിന് ബാരിയറായിട്ടിരിക്കും. സോ നമ്മുടെ ഫേസിലോട്ട് അടിക്കുന്ന സൺറൈസിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും, അകത്തോട്ട് കയറില്ല. ഈ ഒരു സിങ്ക് ഓക്സൈഡ് തന്നെ 2 തരം നാനോ വരുന്നുണ്ട്, ഒന്ന് നോൺ നാനോ, 2 നാനോ. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ നാനോ ആണ്.
അതായത് ഫോറോറിൽ ഉപയോഗിക്കുന്നത് നോൺ നാനോ സിങ്ക് ഓക്സൈഡ് ആണ്. ഈ നോൺ നാനോ സിങ്ക് ഓക്സൈഡ് ബേസിക്കലി ഒരു വൈറ്റ് കാസ്റ്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് ബാരിയർ ആയിട്ട് നിൽക്കും. സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യും. അതേപോലെ സൺറൈസ് ഉള്ളിലോട്ട് അകത്തോട്ട് പോവാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഒരു പടത്തിനകത്ത് നോൺ നാനോ വിറ്റാമിൻ ഇ പിന്നെ SPF 30 ആണ്. ഇത് ഒരു ഡ്രോപ്പ് തേച്ച് കഴിഞ്ഞാലും സ്കിന്നിൻ്റെ അകത്തോട്ട് പെനട്രേറ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് സ്കിന്നിൻ്റെ അകത്തോട്ട് പോകില്ല. ഇനി നമ്മുടെ മാർക്കറ്റിലെ സൺസ്ക്രീൻ നോക്കാന്നുണ്ടെങ്കിൽ ഇതിൽ നാനോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിന്നിൻ്റെ അകത്തോട്ട് പെനട്രേറ്റ് ആകും. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഈ മാർക്കറ്റിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മനസ്സിലാവും അതിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിൽ സിങ്ക് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നാനോ സിങ്ക് ഓക്സൈഡാണ് ഉപയോഗിക്കുക. ഇനി ഈ സിങ്ക് ഓക്സൈഡിൻ്റെ യൂസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്നെ മാറ്റും. അതുപോലെ പിഗ്മെൻറ്റേഷന് വളരെ നല്ലതാണ്. പിന്നെ സ്കിൻ വൈറ്റണപ്പിനും നല്ലതാണ്. അക്നെ അറിയാലോ, നമ്മൾ എന്തെങ്കിലും കുരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ അടയാളം. പിന്നെ പിഗ്മെൻറ്റേഷൻ അറിയാലോ, കരിവാളിപ്പ്. അതേപോലെ തന്നെ വൈറ്റണപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ വെക്കാനും ഹെൽപ്പ് ചെയ്യും ഈ സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നമ്മളെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പിന്നെ നമ്മൾ മാർക്കറ്റിലെ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. സിങ്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. ഞാനീ പറയണതല്ല, നിങ്ങൾക്കത് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്യാം കേട്ടോ ഞാനീ പറയുന്ന ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, ബാക്കി സൺസ്ക്രീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണം. അതൊക്കെ നിങ്ങൾ നമ്മളെ സുജാത മാഡത്തിൻ്റെ Day 4 ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഞാൻ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. സോ അതിൽ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. SPF 30 നമ്മുടേത് വരുന്നത്. ഓക്കെ, അത് 97 പ്രൊട്ടക്ഷൻ നമുക്കത് തരും കേട്ടോ. ഓക്കെ, അതൊക്കെ നമ്മൾ ആ ഒരു നമ്മൾ സ്കിൻ കെയർ ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ മാർക്കറ്റിലെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കുന്നവർക്കും നമ്മൾ ഡിഫറൻസ് പറയാൻ പറ്റും. ഇതൊന്നും ഭയങ്കര ലാഭമാട്ടോ. കാരണം അത് ഞാൻ അവിടെ വന്നിട്ട് 2 വർഷം ആവാനായി. ഇപ്പോഴും കണ്ടത് ഇതിന് പകുതി പോലും ആയിട്ടില്ല. കാരണം അത്രയും ഡ്രോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. 2 വർഷത്തിന് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ കൈയും കാലും ഒക്കെ തേക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് 2 വർഷം ആകുമ്പോഴത്തേക്ക് ചെയ്യട്ടെ. 2 വർഷത്തിൽ നമുക്ക് ഇങ്ങനത്തെ പടത്തൊക്കെ നമുക്ക് പല എക്സ്പയറി ഉണ്ട്. സൺസ്ക്രീൻ 2 വർഷമാണ് വരുന്നത്. 6 വർഷം വരെ അലോവർജിയിലേക്ക് 6 വർഷമൊക്കെ വരുന്നുണ്ട് എക്സ്പയറി ഡേറ്റൊക്കെ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരേ റേറ്റ് തന്നെയാണ്. ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ വരുന്നത്. ഇതിനൊരു 900 സംതിങ് ആണ്, ഇതിന് വരുന്ന 600 സംതിങ് ആണ്. ആ ഒരു 200 രൂപ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് മനസ്സിലാവും. ഈ മാർക്കറ്റിൽ സൺസ്ക്രീൻ അവരെങ്ങനെ പറയാമെന്ന് അറിയാം, 3 ഫിഗർ റൂളാണ് മനസ്സിലാവും. 3 ഫിഗർ റൂളിലാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സ്കിൻ കെയർ ഒക്കെ നോക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ യൂസ് ചെയ്താൽ സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സൺസ്ക്രീനെ കുറിച്ച് കേട്ടത്. ഞാൻ എല്ലാവരും യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയെന്ന് സത്യം പറഞ്ഞാൽ 1 മാസം ഉപയോഗിക്കാൻ അങ്ങനെ ആ 3 ഫിഗർ റൂൾ പറഞ്ഞാൽ 1 മാസം കൂടിയും പോകില്ല. 1 മാസം പോകില്ല, 15 ദിവസം പോയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നിട്ട് ഞാൻ മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഈ പടത്തേക്ക് യൂസ് ചെയ്തപ്പോൾ ചെറിയ ഡ്രോപ്പ് എടുത്തിട്ട് തേക്കും, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റിൽ അവർ പറയാം ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 3 ഫിഗർ ഈ 3 പേരിൽ നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെ തേക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് സൺസ്ക്രീൻ ഇത് 2 ഇയർ ആണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 2 മാസം പോയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ അതാണ് നമ്മളെ റേറ്റിന് ഡിഫറൻറ്റ് വരുന്നത്. ഒന്നാമത് ക്വാണ്ടിറ്റി ഇതിലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റും. നല്ല ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഇൻഗ്രീഡിയൻറ്റ് കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂട്ടുമ്പോൾ നമുക്കത് റേറ്റ് കൂടും. നേരെ മറിച്ച് അതിന് പകരം വല്ല കെമിക്കൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വില കുറയും. സ്വാഭാവികമാണ്, എല്ലാവർക്കും കാര്യമാണ്. ഈ വില കൂടുന്നത് അനുസരിച്ചിട്ട് ക്വാളിറ്റി കൂടുന്നത്. അപ്പോൾ ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങുന്നതൊക്കെ നല്ലതാണല്ലേ. കുറേ നമ്മൾ വാങ്ങാണ്ടല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങും എനിക്ക് ലാഭമാണ്. ഡെലിവറി ഫീ ആണെങ്കിലും ലാഭമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നോക്കിയാലും അതിൻ്റെയൊക്കെ ലാഭം. അപ്പോൾ അതുപോലെ തന്നെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് കേട്ടോ ഇത് നമ്മളെ സൺസ്ക്രീന്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരുപാട് ചാറ്റ് വന്നിട്ടുണ്ട്. ഞാൻ സോ അതിലുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം. ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, ഓക്കെ മുടി കൊഴിച്ചിൽ, ഹെയർ ഫോളിനെ കുറിച്ചിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഹെയർ ഫോളിനുള്ള പ്രൊഡക്റ്റ് ഏതാണ്, ഡാൻഡ്രഫിനുള്ള പ്രൊഡക്റ്റ് ഏതാണ്? ഓക്കെ സോ ഞാൻ അതിനെക്കുറിച്ചുള്ള പ്രൊഡക്റ്റ് ഞാൻ പറയാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത്രയും പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, ബാക്കി പ്രൊഡക്റ്റ് ഹസ്ബൻഡ് വീട്ടിലാണുള്ളത്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മൾ അലോവേര ജെൽ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ഓയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തല അപ്ലൈ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ മുകളിൽ വേറെ പാത്രം വെക്കാം. അതിൽ അലോവേര ജെല്ലൊന്ന് ഒഴിച്ചാൽ ചെറിയ ചൂടാട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാവും. ആ ചൂടായി കഴിഞ്ഞാൽ തലയോട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സുഷിരങ്ങളും സ്പോട്സൊക്കെ ഒന്ന് ഓപ്പൺ ആവും. സോ അതിനുള്ളിലോട്ട് കയറും. അപ്പം അങ്ങനെ നമ്മളൊരു 3-4-5 മിനിറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്യാം. നമ്മൾ സുജാത മാഡം പറഞ്ഞിരുന്നു നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നാലും
നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷാമ്പു തേച്ച് കുളിക്കാം. മാർക്കറ്റിലുള്ള ഷാമ്പു നിങ്ങൾക്ക് മനസ്സിലാവും, മുടി ഭയങ്കര ഡ്രൈ ആവും, പൊട്ടിപ്പോകും. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഹെയർ നമ്മൾ വൃത്തിയാണ് ഈ ഷാമ്പു തേക്കണം. പക്ഷേ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഷാമ്പു ഇഷ്ടമല്ല, കാരണം ഷാമ്പു വെച്ചാൽ മുടി ഫുള്ളായിട്ട് കേടുവരും. അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷാമ്പു എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റ് ഷാമ്പു ഉപയോഗിക്കണ പോലെ നമ്മൾ മുടി ഒരിക്കലും ഡ്രൈ ആവണില്ല. നമ്മൾ മുടിമുള്ള ആ ഒരു നമ്മൾ ഓയിലിൻ്റെ ആണെങ്കിലും ആ ഒരു സംഭവം മുടിമുണ്ട്. മുടിമെന്ന് എണ്ണ പോകണി നമ്മൾ മുഖത്തൊക്കൊന്നും ആവില്ല, പക്ഷേ മുടി തൊടുമ്പോഴാണെങ്കിലും കൈമൊന്നും ആവില്ല. പക്ഷേ ആ ഒരു എണ്ണ ഉള്ള പോലെ നമുക്കത് തോന്നും. പിന്നെ അത് കഴിഞ്ഞാൽ ഷാമ്പു തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് വാഷപ്പ് ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വാഷപ്പ് ചെയ്യുക. കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. നിങ്ങൾ ഒരു ദിവസം പോലും യൂസ് ചെയ്യാണ്ടിരിക്കില്ല കേട്ടോ. കാരണം അത്രയും നമുക്ക് കുളി കഴിഞ്ഞാലുള്ള പ്രശ്നം, എൻ്റെ മുടി ചെറുതായിട്ട് ചുരുണ്ട മുടി ആവുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. അതിങ്ങനെ കുളി കഴിഞ്ഞാൽ ഒരു കട്ട ഇങ്ങനെ ഒരു കൂടിയിട്ടൊക്കെ എനിക്കത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. ഞാൻ പണ്ടൊക്കെ മുടി വാറിയ ശേഷം കുളിക്കുക, എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കാരണം കെട്ട് ആവണ്ടാച്ചിട്ട് ഇങ്ങനെ വാർന്നിട്ടൊക്കെ കുളിക്കുക. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാണ്ടല്ലോ മുടി ഇങ്ങനെ വിട്ട് നിന്ന് സോഫ്റ്റ് ആവും. ഇങ്ങനെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വ്യത്യാസം. എൻ്റെ അടുത്ത് മാർക്കറ്റ് പ്രൊഡക്റ്റ് ഇപ്പോൾ അല്ല. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ, ഈ ഒരു നമ്മളെ സൺസ്ക്രീൻ്റെ. ബാക്കിയുള്ളതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ ഡൗട്ട്സ് നോക്കട്ടെ. കൂടെ നമ്മൾ ആർട്ടിക്സിങ് എടുക്കണം കേട്ടോ. കൂടെ ഇപ്പോൾ ഞാൻ ഈ കണ്ടീഷണറെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കണ്ടീഷണറിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൽ 3 തരം ഓയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ ആപ്പ് ഉണ്ടല്ലോ, നമ്മളെ ഫോറോറിൻ്റെ ആപ്പ് ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തതുണ്ടെങ്കിൽ മെൻറ്റേഴ്സിനോട് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. ഇതിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കാണിക്കും. അതായത് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ജോജോബ ഓയിൽ, അർഗൺ ഓയിൽ, അതേപോലെ തന്നെ മൊറോക്കൺ ഓയിൽ. ഓക്കെ, സോ ഈ ഓയിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ഇതിൽ നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റിലേക്ക് ഫുൾ ഓയിൽ, സ്കിന്നിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്റ്റിലേക്ക് അത് ഫുൾ ഓയിൽ ഇത് കാണിക്കുക. പക്ഷേ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയോ രാസപദാർത്ഥങ്ങൾ പേരാക്കാറുണ്ടാവും. അപ്പോൾ ഇത് മുടി സ്മൂത്ത് ആവാനും ഹെയർ ഫാൾ കുറക്കാൻ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളെ കണ്ടീഷണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ആർട്ടിക്സ് നമ്മൾ ഫുള്ള് പുറത്ത് യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുന്നില്ല. നമ്മൾ ഉള്ളിലോട്ട് ആർട്ടിക്സിയും കൂടി യൂസ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് കാണിച്ചാൽ ഓക്കെ, ആർട്ടിക്സിയും കൂടി യൂസ് ചെയ്യണം. ഈ ആർട്ടിക്സി ഇങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. ആർട്ടിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ omega-3. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതായത് മീൻ ഗുളിക. അതായത് നമ്മൾ ആർട്ടിക്സിൽ വരുന്നത് omega-3 വരുന്നുണ്ട്, omega-9 വരുന്നുണ്ട്, സാൽമൺ ഫിഷ് വരുന്നുണ്ട്, മത്തി, അയല, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മുടെ ഈ ഒരു omega-3 ഈ ഒരു ആർട്ടിക്സിൽ വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഒരൊറ്റ ക്യാപ്സ്യൂളാക്കി വരുന്നതാണ് ഈ ആർട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ ഒലീവ് ഓയിലും വരുന്നുണ്ട് കേട്ടോ. സോ ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഹെയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ അലോ ഫസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരേണ്ടത്. ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ അലോ ഫസ്റ്റ് കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, മുടി കുളി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുടിയിലൊന്ന് സ്പ്രേ ചെയ്യാം. എപ്പോൾ വേണം സ്പ്രേ ചെയ്യാം കേട്ടോ. രാത്രി കിടക്കാൻ നേരത്തെ സ്പ്രേ ചെയ്യാം, അതേപോലെ തന്നെ കുളി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാം. എൻ്റെ ഫാദറൊക്കെ ഒരിക്കലും പോകുന്ന സമയത്ത് മുടി ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിരിക്കുമ്പോൾ സ്പ്രേ ചെയ്തിട്ടാണ് പോകാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അത് ഒരുപാട് മൾട്ടി പർപ്പസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് അലോ ഫസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഈ അലോ ഫസ്റ്റ് നമുക്ക് ഒരുപാട് മൾട്ടി യൂസേജ് ആണ്. നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കാരണം അത് pH ബാലൻസ് ചെയ്യും. ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ടോപ്പ് ടു ബോട്ടം, തല മുതൽ കാല് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും, അവിടുത്തെ വെള്ളം ഉപയോഗിക്കുമ്പോൾ മുടി നല്ല രീതിയിൽ കൊഴിയുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ ഹെയറിന് ന്യൂട്രീഷൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അതുപോലെ സ്ക്രാപ്പ്, മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും സൺബേൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം മാറും. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ അറിയും കൂടിയില്ല, ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമുക്ക് അവിടെ തൊടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുറിവൊക്കെ നല്ല രീതിയിൽ ഉണങ്ങും കേട്ടോ, അടയാളങ്ങളൊന്നും വരില്ല. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഡൗട്ടുള്ളത്? ഓക്കെ, പ്രതിരോധ ശേഷിക്കുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് ട്രെയിനിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയും. സോ ഓക്കെ, അപ്പോൾ പ്രതിരോധ ശേഷിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ. സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് ഇപ്പോൾ പോഷകാഹാരം കിട്ടുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിലോട്ട് വരാൻ വേണ്ടിയാണ് ഈ ഒരു സപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നത്. ഒരിക്കലും ഇത് മരുന്നല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് ഗുളികയാണ്, കുടിച്ച വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ. ഒരിക്കലും ഇത് മരുന്നല്ല. നമ്മൾ പണ്ട് മുതൽ പറയും, അസുഖം വരുന്നതിനേക്കാളും നല്ലത് അസുഖം വരാണ്ടിരിക്കാൻ നോക്കാമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അതിങ്ങനെ യൂസ് ചെയ്ത് കഴിച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ അവിടെ റെഡി ആവും. ചിലരൊക്കെ വിചാരിക്കും ഒന്ന് കുറച്ച് വയസ്സാവട്ടെ എന്നിട്ട് ഉപയോഗിക്കാം, അങ്ങനെയല്ല. അപ്പോൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല.
നമ്മൾ ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അത് അതിലോട്ട് നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് വരികയുള്ളൂ. സോ ഇമ്മ്യൂണിറ്റിയുടെ കുറിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മൂബിലൻ്റ് ആണ് കേട്ടോ. ഇമ്മൂബിലൻ്റ് ആണ്. നിങ്ങൾക്ക് ആപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം ഇതിൽ 2 മഷ്റൂംസ് വരുന്നുണ്ട്. ഈ രണ്ടും ജപ്പാനിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം മഷ്റൂമാണ്. ഒന്ന് ബ്രൗണ്, ഒന്ന് വൈറ്റ്. ഇത് ക്യാൻസറിന് വരെ തടയുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു തരം മഷ്റൂമാണ്. ഒരിക്കലും ക്യാൻസർ ഉള്ളവർക്ക് ഉപയോഗിച്ചാൽ ക്യാൻസർ മാറുന്നതല്ല കേട്ടോ, ക്യാൻസർ വരുന്നത് തടയും. ഓക്കെ, അതുപോലെ ഇമ്മ്യൂണിറ്റി സെല്ലൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ സെല്ലൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ സെല്ലിങ്ങനെ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിൻ നല്ല രീതിയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പ്രതിരോധശേഷി നമ്മൾ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യം, പക്ഷേ കൊറോണയ്ക്ക് ശേഷം നമ്മളത് നോക്കി ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ല, ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അവെയറാണ്. അവെയർ അല്ലാത്തവരൊക്കെ പെട്ടെന്ന് അവെയർ ആവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ യൂസ് ചെയ്യൽ കേട്ടോ. ഞാനിങ്ങനെ പറയാമെന്നല്ല, നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ വന്ന സമയത്ത് നോക്കിയ കാര്യങ്ങൾ, കാരണം എനിക്ക് കൊറോണ ടൈമിലൊക്കെ തന്നെയാണ് വേണ്ടി ഇങ്ങനെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നമ്മളെ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇതെവിടെ കിട്ടും, ഇത് കിട്ടുന്ന സ്ഥലത്തിലുള്ള അതിൻ്റെ വില വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവിടെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് റേറ്റ് കൂടുതൽ കുറവെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ്റെ അധിക പ്രൊഡക്റ്റും ഇൻഗ്രീഡിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് സോപ്പിൻ്റെ ആദ്യം വരുന്നത് ഇത് അലോ ബാർബഡൻസിസ് ലീഫ് ജ്യൂസ്. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റിലും അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതായത് ഒരു പ്രൊഡക്റ്റിൽ ഇതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഫസ്റ്റ് കൊടുക്കാം. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഒരുവിധ പ്രൊഡക്റ്റിലൊക്കെ ഫസ്റ്റ് കൊടുക്കുക അലോ ബാർബഡൻസിസ് മില്ലർ അല്ലെങ്കിൽ അലോ ബാർബഡൻസിസ് ലീഫ് ജ്യൂസ്. ഓക്കെ, ഇതാക്കാരം നമ്മൾ അധികം പ്രൊഡക്റ്റ് ഉള്ളത്. പക്ഷേ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നിങ്ങൾ വീട്ടിലൊക്കെ നോക്കാൻ പറ്റും. വാട്ടർ എത്തിലെക്സിസ് മെലോസിസ് സിനിമാറ്റ് എന്തൊക്കെയോ കാണാൻ പറ്റും. ചിലപ്പോൾ ഇതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ രാസവസ്തുക്കളൊക്കെ. അപ്പോൾ വാട്ടർ ഈ വെള്ളത്തിന് ഞങ്ങൾ പൈസ കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ക്ലെൻസർ. ഓക്കെ, ക്ലെൻസറിന് എക്സാമ്പിൾ തരണ്ടേ. ക്ലെൻസർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോറിൻ്റെ ക്ലെൻസർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റ് ഒന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഇവിടെയുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് 2 തരം ക്ലെൻസർ വരുന്നുണ്ട്. ഒന്ന് ഇൻഫിനിറ്റി, 2 സോണിയ. ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിൽക്കി കൺസിസ്റ്റൻസിയാണ്. ഈ ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഇൻഫിനിറ്റി. ഒരു കടലമാവിട്ട് ഫേസ് കഴുകാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഇൻഫിനിറ്റിക്ക് ഉള്ളത്. ഇതിൽ കോക്കനട്ട്, അതേപോലെ കോക്കനട്ട് ഫ്രൂട്ട് അതേപോലെ ആപ്പിൾ ഫ്രൂട്ട്സ് എന്നുള്ളത്, ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, പിന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റും ഈ ഒരു ഇൻഫിനിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സോണിയ ക്ലെൻസർ വരുന്നുണ്ട്. ഇത് ഓയിലി സ്കിന്നിന് വളരെ അനുയോജ്യമാണ്. അപ്പോൾ ഇതിൽ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ഞാൻ ഡിഫറൻസ് പറഞ്ഞതാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കുള്ള ക്ലെൻസറാണ് ഇൻഫിനിറ്റി, അതേപോലെ ഓയിലി സ്കിന്നിനുള്ളവർക്കുള്ള ക്ലെൻസറാണ് സോണിയ ക്ലെൻസർ. ഓക്കെ, ഇപ്പോൾ ഈ സോണിയ ക്ലെൻസറിൽ ബയോബ ഓയിൽ വരുന്നുണ്ട്. ചുമ്മാ അതിനല്ല, കോൾഡ് പ്രസ് ഓയിലാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ കോൾഡ് പ്രസ് ഓയിൽ, ഹോട്ട് പ്രസ് ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ഓയിലിനെ പ്രസ് ചെയ്തിട്ട് ഉരുക്കിയെടുത്തിട്ടാണ് ഈ ഒരു കോൾഡ് പ്രസ് ഓയിൽ എടുക്കുന്നത്. ഹോട്ട് പ്രസ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ട് ചൂട് കൊടുത്തിട്ടാണ് അത് ഉരുക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു കോൾഡ് പ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഈ ബയോബ ഓയിലുള്ള എല്ലാ ന്യൂട്രിഷൻസും അബ്സോർബ് ചെയ്യും. ഹോട്ട് പ്രസ്സിനേക്കാളും വില കൂടുതലാണ് കോൾഡ് പ്രസ്സിനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോബായുടെ ഫുൾ സത്ത് ഊറ്റിയെടുത്തതിന് ശേഷമുള്ളതാണ് ഈ ഹോട്ട് ക്രസ്റ്റിലോട്ട് പോകുന്നത്. കോൾഡ് ക്രസ്റ്റിലോട്ട് പോയിട്ടുള്ളതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ഹോട്ട് പ്രസ്സിലോട്ട് പോകുന്നത്. ഓക്കെ, ഈ ബയോബ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അവിടെ ഒന്നും കിട്ടൂല. അത് ആഫ്രിക്കയിലൊക്കെയാണ് കണ്ടുവരുന്നത്. 500 വർഷം മുൻപുള്ളതാണ് ഈ ഒരു ബയോബ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. മോയ്സ്ചറൈസർ ബാലൻസ് ചെയ്യും. എന്താണോ കൺസേൺ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾ ഈ ഓയിൽ സ്കിന്നുള്ള ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്താണോ വേണ്ടത് അതായിരിക്കും നമുക്കിവിടെ റിസൾട്ട് കിട്ടും. അതിന് മാത്രമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൽ എല്ലാ പ്രൊഡക്റ്റിനും നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഈ ബയോബാൻ്റെ ഓയിൽ ബയോബ ഓയിൽ ക്ലെൻസർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് നമ്മളിവിടെ നിന്ന് കിട്ടൂല. US $45, അതായത് 3600 സംതിങ് രൂപ വരും ഈ ഒരു പ്രൊഡക്റ്റിന്. ഓക്കെ, വേറെ ഓയിലി സ്കിന്നുള്ളവർക്കുള്ള ഒരു
സ്കിൻ കെയർ ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ഒരു ക്ലൻസർ ഓയിൽ സ്കിന്നിന് പറ്റും കേട്ടോ. അതായത് നമ്മളെ സോണിയ സ്കിൻ കെയറിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ഈ സ്കിന്നെ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റി, മൂക്ക് ഇവിടെയൊക്കെ ഒരു ഓയിലുള്ള പോലെ ഉണ്ടാവും, അതാണ് ഓയിലി സ്കിന്ന്. പക്ഷെ ഇവിടെയൊക്കെ ഡ്രൈ ആയിരിക്കും, അതാണ് കോമ്പിനേഷൻ സ്കിന്ന്. ഓക്കെ, അതായത് ഇവിടെ ഓയിലും ഇവിടെ ഡ്രൈ ഉള്ളവരാണ് കോമ്പിനേഷൻ സ്കിൻ. അത് ചിലപ്പോൾ അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ സോണിയ സ്കിൻ കെയറിൽ ബയോബ ഓയിൽ വരുന്നത് നമ്മളെ നിറം അല്ലെങ്കിൽ ഡേർട്ട്സിനെ നീക്കം ചെയ്യും, പിമ്പിൾസിനൊക്കെ റിമൂവ് ചെയ്യും ഈ ബയോബ ഓയിൽ. സ്കിൻ കെയർ സോണിയയിൽ വരുന്നതാണ്. പിന്നെ ഇരട്ടി മധുരം എന്ന് പറയും, അതായത് സ്കിന്ന് വൈറ്റനിങ് വെളുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, കാരണം അതിൽ ലിക്വിറൈസ് വരുന്നുണ്ട്. അതേപോലെ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് നല്ല പിമ്പിളൊന്നുമില്ല, ചെറിയ പിമ്പിളും ഇങ്ങനെ പൊട്ടി പോകാത്ത പിമ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സ്ക്രബ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല പിമ്പിൾസ് ഉള്ളൊരു സ്ക്രബ് ഉപയോഗിക്കരുത്, കാരണം ഈ സ്ക്രബ് നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുരു പൊട്ടും. അപ്പോൾ ഈ പൊട്ടി കഴിഞ്ഞാൽ അടുത്തൊക്കെ വേറെ കുരുക്കൾ വരും. അപ്പോൾ ഇങ്ങനെ നല്ല പിമ്പിൾസ് ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് R3 ഫാക്ടർ. കാരണം ഇതിൽ AH അടങ്ങിയിട്ടുണ്ട്, ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, വാട്ടർ സോല്യൂബിൾ ആണ്. അതേപോലെ ഫ്രൂട്ട് ആസിഡിൽ നിന്നാണ് ഇത് വരുന്നത്, ഈ ഒരു R3 ഫാക്ടർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സോണിയുടെ ക്ലെൻസർ ഉപയോഗിക്കാം, അതേപോലെ സ്ക്രബ് ഉപയോഗിക്കാം, R3 ഫാക്ടർ ഉപയോഗിക്കാം. ശരിക്കും എന്തിനാണ് ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്ക്രബ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. സ്ക്രബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസിൽ ഡെഡ് സെല്ല് ഉണ്ടാവും, എല്ലാവർക്കും അറിയാൻ പറ്റും ഡെഡ് സെല്ല് ഉണ്ടാവും. അതായത് ഈ ഡെഡ് സെല്ല് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളെ ഈ ഒരു ന്യൂട്രീഷൻസ്, നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ന്യൂട്രീഷൻസും പോയി കഴിഞ്ഞാലാണ് ഈ സെല്ല് ഡാമേജ് ആവുക, അത് ചത്തുപോകും. അപ്പോൾ അതിനെയാണ് ഈ ഡെഡ് സെല്ല് എന്ന് പറയുന്നത്. അതിനെ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു സ്ക്രബ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ താഴെ ഫുള്ള് വേസ്റ്റാണ് വിചാരിക്കാം. അപ്പോൾ അതിന് മുകളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അപ്ലൈ ചെയ്യുന്ന കാര്യം താഴോട്ട് പെനട്രേറ്റ് ആവില്ല, താഴോട്ട് പോകില്ല അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് പോയാലും ഈ ഒരു നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ക്രീംസൊക്കെ ആണെങ്കിലും സ്കിന്നിൻ്റെ അകത്തോട്ട് പോയാലാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. സോ അവിടെയാണ് സ്ക്രബിൻ്റെ ആവശ്യകത വരുന്നത്. ഈ സ്ക്രബ് യൂസ് ചെയ്ത് ഡെഡ് സെല്ല് ക്രീം വായിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് അതിലാണ് ഈ സ്ക്രബിൻ്റെ അല്ലെങ്കിൽ R3 ഫാക്ടറിൻ്റെ ഒക്കെ ഉപയോഗം വരുന്നത്. ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുന്നു, മോയ്സ്ചറൈസറിനെ ബാലൻസ് ചെയ്യുന്നു. ഈ R3 ഫാക്ടർ സ്ക്രബ് അല്ല കേട്ടോ, നമുക്ക് ഒരുപാട് മൾട്ടി യൂസേജ് ഒരുപാട് പ്രൊഡക്റ്റാണ് R3 ഫാക്ടർ. 2 സ്ക്രബാണ് ശരിക്കും നമുക്കുള്ളത്. ഒന്ന് നമ്മൾ ജസ്റ്റ് സ്ക്രബ് കാണിച്ചിട്ടില്ലല്ലേ, ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രബ്. ഓക്കെ, മറ്റ് സ്ക്രബിൻ്റെ പരിപ്പല്ല. ഓക്കെ, ഇതാണ് സ്ക്രബ്. ഇതൊക്കെ ഉപയോഗിച്ച് മനസ്സിലാകും ഒരിക്കലും പിന്നെ അത് വാങ്ങാണ്ടിരിക്കില്ല, കാരണം അത്രയും നിങ്ങൾക്കാണ് ഹെൽപ്ഫുൾ ആവും. ചെറിയ ഡ്രോപ്പ് തേച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നല്ല ഒരു കളർ വെക്കും, നല്ല സ്മൂത്ത് ആവും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മളെ ഇതാണ് ഈ സ്ക്രബിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എക്സ്പ്ലോയിറ്റർ എന്ന് പറയാം, ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റിൽ എക്സ്പ്ലോയിറ്ററിൽ ലെമൺ ഓയിൽ വരുന്നുണ്ട്, ആപ്പിൾ ഓയിൽ വരുന്നുണ്ട്, ക്യാരറ്റ് ഓയിൽ വരുന്നുണ്ട്, അതേപോലെ കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, കണ്ടൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഹെഡ് ഇങ്ങനെ കറുത്ത പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു എക്സ്പ്ലോയിറ്റർ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഓക്കെയാണ് കേട്ടോ. പിന്നെ സ്ക്രബ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂന്നാമത് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഇല്ലുമിനേറ്റിംഗ് ജെൽ. സോണിയ സ്കിൻ കെയറിൽ വരുന്നതാണ് ഇത്. ഈ പിമ്പിൾസ് ഓയിലി സ്കിന്നുള്ളവരുടെ മെയിൻ പ്രോബ്ലമാണ് പിമ്പിൾസ്. കാരണം ഈ പിമ്പിൾസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ പോഴ്സ് ആവും അല്ലേ, ഇങ്ങനൊരു അടയാളങ്ങളൊക്കെ വരും. അപ്പോൾ അത് മാറും. ഇല്ലുമിനേറ്റ് ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുരു പൊട്ടിയിട്ടുള്ള അടയാളങ്ങളൊക്കെ മാറും. പിന്നെ ലിക്വിറൈസ് ഉള്ളതാണ്, സോ അത് മാറും. വൈറ്റനപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ 5 മെഡിക്കൽ ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട് കേട്ടോ. കുറേ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു ഇല്ലുമിനേറ്റ് ജെല്ല് വരുന്നുണ്ട്. മെയിൻലി പറഞ്ഞാൽ നമ്മൾ കുരു പൊട്ടിക്കഴിഞ്ഞാൽ അടയാളങ്ങൾ പോകും, ഒന്ന് വെളുക്കും. ഓക്കെ, നെക്സ്റ്റ് സോണിയ മോയ്സ്ചറൈസറാണ്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ pH ബാലൻസ് നിർത്തിയിട്ട് നമ്മളെ മോയ്സ്ചറൈസർ ചെയ്യും, സ്മൂത്ത് ആക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ജെൽ മാസ്ക്, ഈ ജെൽ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും, നല്ല ബ്രൈറ്റൺ ആവും. ഓക്കെ, ഇതോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഈ ഒരു മാസ്ക് നമ്മൾ രാത്രിയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. രാത്രി ഉപയോഗിച്ചാൽ നല്ല ബെസ്റ്റാണ്. ബ്ലാക്ക് മാർക്ക് പോകും, പാട് മാറും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മോയ്സ്ചറൈസറായിട്ട് R3 ഫാക്ടർ ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് ചാറ്റ് വന്നിട്ടുള്ള ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം.
ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി സെറം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ സെറം മോർണിംഗും ഈവനിങ്ങും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റൊക്കെ ഫസ്റ്റ് ടൈം പറയുകയാണ്, ഏത് സ്കിന്നാണെങ്കിലും ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ അവിടെ യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഇത് മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. ഈ ഒരു സൺസ്ക്രീനാണ് നമുക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കളർ അവിടെ ചേഞ്ച് ആവും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അവക്കാഡോ സോപ്പ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം. ഈ അവക്കാഡോ സോപ്പ് ഉപയോഗിക്കാം. അവക്കാഡോ സോപ്പിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഈ അവക്കാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല വിലയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇന്ത്യയിലൊക്കെ ഇത് വളരെ കുറവാണ്, നമുക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല. ആണ് നമുക്ക് സോപ്പായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവക്കാഡോൻ്റെ ഉള്ളിലുള്ള ബട്ടറാണ് നമ്മൾ ഈ സോപ്പിലോട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അലോവേര യൂസ് ചെയ്യുന്നുണ്ട്. നല്ല വലിയ സോപ്പാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല വലിപ്പമുള്ള സോപ്പാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഒരുപാട് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാർബോളിക്കാണ്. അത് അതിൽ ഇൻഗ്രീഡിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സ്കിന്നിന് വളരെ മോശമാണ്, സ്കിന്നിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും ഈ സോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യത്തെ സോപ്പൊക്കെ പുറത്തുള്ള രാജ്യക്കാരൊക്കെ ഈ മൃഗങ്ങൾക്കാണ് ഉപയോഗിക്കാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവക്കാഡോ സോപ്പ് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ സ്കിന്നുള്ളവർക്ക്. നെക്സ്റ്റ് ടോണർ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു ടോണർ ഉണ്ട് കേട്ടോ, ഫോട്ടോ കാണിച്ചു തരാം. ആ ടോണർ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അലോ ഫസ്റ്റ് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ടോണറിൽ കുക്കുംബർ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്, ഇത് നമ്മളെ സ്കിന്നിൻ്റെ pH ബാലൻസ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഫുൾ pH ബാലൻസ് ആട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സെറം ഉപയോഗിക്കാം. സെറം ആൽഫ ഇ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറുണ്ട്. ഇതിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസർ ബാലൻസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വിറ്റാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വിറ്റാമിൻ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സ്കിന്നിന് പുറത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കിന്നിനകത്ത് എടുക്കുന്നതിനേക്കാൾ 40% ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഓക്കെ, കാരണം നമ്മൾ സ്കിന്നിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൺസേൺ നോക്കിയിട്ട് വിറ്റാമിൻസ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. വിറ്റാമിൻസ് നമ്മളെ ഡ്രൈ സ്കിന്നിന് ആയിക്കോട്ടെ ഓയിലി സ്കിന്നിന് ആയിക്കോട്ടെ ഒരേപോലെ നല്ലതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ സെറം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ അലോവേര മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ R3 ഫാക്ടർ ഉപയോഗിക്കാം കേട്ടോ. ഈ R3 ഫാക്ടർ എല്ലാ സ്കിന്നിനും അനുയോജ്യമാണ്. നെക്സ്റ്റ് ചുളിവിന് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ്, ചുളിവിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഇൻഫിനിറ്റി ഉപയോഗിക്കാം കേട്ടോ. ഇൻഫിനിറ്റിയുടെ സെറം ഉണ്ട്, ഇൻഫിനിറ്റിയുടെ ക്രീം ഉണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ R3 ഫാക്ടർ ഉപയോഗിക്കാം കേട്ടോ. ഇത് ആൻറ്റി ഏജിങ് നല്ലതാണ്. പ്രായം കൂടുന്ന ആ ഒരു സ്കിന്നിന് മനസ്സിലാവും, ഒരാൾ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചില ആൾക്കാർ ചെറുതാണെങ്കിൽ പ്രായം കൂടിയ പോലെ മുഖം കണ്ടാൽ, അപ്പോൾ ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. അതേപോലെ തന്നെ ഇഞ്ചുറി ആയതിനാൽ നമുക്ക് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അലോവേര ജെല്ലി യൂസ് ചെയ്താൽ തന്നെ മാറും കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ മേത്ത് മുറിയാലും ഇപ്പോൾ ഞാനൊക്കെ എപ്പോൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാലും എൻ്റെ കൈ പൊള്ളും. കൈ പൊള്ളിയ അടുക്കളയാണ് അലോവേര ജെല്ലി വെച്ചിരിക്കണം, അടുക്കളയിൽ വെച്ചിരിക്കണു, എല്ലായിടത്തും വെച്ചിരിക്കണം. അപ്പോൾ മുറി കഴിക്കാൻ അപ്പം ഞാനത് അപ്ലൈ ചെയ്യും. ആ ഒരു ചൂടൊക്കെ വലിച്ചെടുക്കും. നമുക്ക് ആ കൈമ്പ് ചൂടാതെ തേച്ച് നമ്മൾ കൈമ്പ് ചൂടേ അനുഭവപ്പെടും, തണുപ്പാകാരം ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് മറ്റതൊക്കെ പണ്ടൊക്കെ എന്തെങ്കിലും പൊള്ളിക്കഴിഞ്ഞാൽ അത് ആദ്യം ചൂടാവും, പിന്നെ പൊള്ളക്കും, അത് പൊട്ടി പിന്നെ വേദന അങ്ങനെയൊക്കെ. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ പൊള്ളക്കും ഇല്ല, പിന്നെ വേദനക്കും ഇല്ല, ആദ്യം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അലോവേര ജെല്ലി നിങ്ങൾക്ക് അവിടെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, പ്രൊപ്പോളിസ് ക്രീമും ജെല്ലിയും. എക്സിമ, സോറിയാസിസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒരാൾ ചോദിച്ചു എക്സിമക്ക് പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി, എൻ്റെ റിയൽ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്, എൻ്റെ മോളെ റിയൽ സ്റ്റോറിയാണ് പറയുന്നത്. ആൾക്ക് 6 മാസത്തിന് മുന്നേ, ചെറിയ കുട്ടിയാകുമ്പോൾ അറിയാലോ റാഷസ് അല്ലേ. ഈ റാഷസ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ചെറിയ കുട്ടികൾക്കുണ്ടാവും. ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അധികം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മോൾക്ക് റാഷസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ റാഷസ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് സെബാമെഡിൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ, അതായത് സെബാമെഡിൻ്റെ മറ്റേ ഇത് റാഷസ് ക്രീം, അതൊക്കെ യൂസ് ചെയ്തു. പക്ഷെ അവിടെ ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ചോപ്പ് കളറിൽ ഇങ്ങനെ വരലെടുത്തി. അപ്പോൾ മാറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ ഓയിൻമെൻറ്റ് തന്നു. ഓയിൻമെൻറ്റ് വെച്ചപ്പോൾ ആ ഒരു സ്പോട്ടിൽ അത് മാറി. പക്ഷെ അത് ആ ഓയിൻമെൻറ്റ് അത് അപ്പം മാറാൻ വേണ്ടി വെച്ചിരുന്നെങ്കിലും അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് എല്ലായിടത്തും പടരുകയാണ് ചെയ്തത്. പിന്നെ ഓരോ മടുക്കുകളൊക്കെ ഉണ്ടായി. അവിടെയൊക്കെ ഈ ഓയിൻമെൻറ്റ് നമുക്കറിയില്ല, അവിടെയൊക്കെ ഓയിൻമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അതങ്ങനെ പടർന്നിട്ട് മേല് ഫുള്ളുമായി. അത് അവിടെ മാന്തത്ത സ്ഥലങ്ങളില്ല. മുഖത്ത് ഈ ഒരു ഭാഗത്ത് ചോപ്പ് കളറൊക്കെ വന്നു കേട്ടോ. പിന്നെ മുഖമാകുമ്പോൾ അവരുടെ സെൻസിറ്റീവ് അല്ലേ, അത് അവർ അങ്ങനെ കുരുക്കളൊന്നും അല്ലാണ്ട് വരില്ല. ഇവിടെ ഇങ്ങനെ ചോപ്പ് കളർ ഉണ്ടായിരുന്നു, അതും അങ്ങനെ തേച്ച് മാറി. പക്ഷെ ആൾക്കത് പടർന്ന് മേല് ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സിമ അറിയാൻ പറ്റും, ഒരു തൈതരി ഒരു ഒരേടെ മേത്തോടും. പിന്നെ അവർക്ക് എപ്പോഴും ചൊറിച്ചില്ല, രാത്രി ഉറങ്ങണില്ല, ഫുൾ ടൈം ചൊറിച്ചിലാണ് ആൾക്ക്. ചൊറിച്ചില് കരച്ചില് ഫുൾ വാശിയായിട്ടായിരുന്നു. കാരണം അത്രയും ഇറിറ്റേഷൻ ആയിരുന്നു അവർക്ക് ആ ഒരു പ്രശ്നം കാരണം. അങ്ങനെ 6 മാസം മുതൽ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയ ഈ ഓയിൻമെൻ്റ് ഒക്കെ തേച്ചപ്പോൾ മാറ്റമില്ല എന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ മേല് ഫുള്ളും ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വൈദ്യരുണ്ടാവില്ല, അവരെ കാണിച്ചു. കാണിച്ചു തരാം. ഇനായ എന്നാണ് എൻ്റെ മോളെ പേര്. ഇനായ 6 മന്ത് എന്നാണിത്, 6 എന്നാണ്. അപ്പോൾ
ഇത് കൊണ്ടുപോയി കാണിച്ചു. ഒരുപാട് കഷായം എൻ്റെ കുട്ടിയെ കൊണ്ട് നല്ല രീതിയിൽ അവൾക്ക് ഇഷ്ടമല്ല കുടിക്കുന്നത്. പക്ഷേ നമ്മൾ കുടിപ്പിച്ചല്ലേ പറ്റുള്ളൂ, മാറണമല്ലോ, പിന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാറിച്ചിട്ട് ഒരുപാട് കുടിപ്പിച്ചു. ഒന്ന് ഓക്കെ ഒന്ന് വിട്ടുന്നു, പക്ഷേ പിന്നെ അതേപോലെ. അങ്ങനെ ഇവരെ കാണിച്ചിട്ട് മാറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ ഇതിനെ കാണിച്ച് മാറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഒന്ന് കാണിച്ചു നോക്കാം. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ ഇവിടെ പിന്നെ കാണിച്ചതൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടറെ പിന്നെ കാണിച്ചു. അപ്പോൾ എൻ്റെ മോൾക്കിന് 6 മാസം നമ്മൾ മാറുന്ന ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു വയസ്സ് വരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. മാറുന്ന ഇങ്ങനെ ഒരു കുറേ ക്രീമൊക്കെ അതുണ്ടായിരുന്നു, ക്രീമൊക്കെ യൂസ് ചെയ്തു. പക്ഷേ അത് മാറ്റം ഉണ്ടായില്ല. പിന്നെ അവരെ തന്നെ പിന്നെ കാണിച്ചു, എന്നിട്ട് മാറ്റം ഉണ്ടായില്ല. ഒരു വയസ്സായിട്ട് പിന്നെ അധികമായി കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു. ഇവർ മറ്റൊരു നമുക്ക് ഉള്ളിലോട്ട് കേടില്ലാത്ത പ്രൊഡക്റ്റ്. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കൊടുക്കാൻ വേണ്ടി, എൻ്റെ കുട്ടിക്ക് ഉള്ളിലോട്ട് കൊടുക്കാൻ വേണ്ടി ഒരുപാട് മരുന്ന് ഉള്ളിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ മരുന്നൊക്കെ ഉള്ളിലോട്ട് പോയി എന്നല്ലാണ്ട് ഇത് ഒരു മാറ്റം വന്നില്ല. ഒന്ന് കുറഞ്ഞു, ഒരു കുറച്ചൊന്ന് കുറഞ്ഞു, ഒരു 1 വീക്കിനത് കുറഞ്ഞെങ്കിലും പിന്നെയും പഴയ പോലെ അതിനേക്കാൾ അധികമായിട്ടാണ് പിന്നെ വന്നത്. പിന്നെ ഫുള്ള് ഇല്ലാത്ത മറ്റേത് ഇങ്ങനെ ഒരു ചില ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ശരീരത്തിന് ചില ഭാഗത്ത്. പക്ഷേ അങ്ങനെ പടർന്ന് മുതൊക്കെ ഫുള്ള് അങ്ങനെ ആയത് തുടങ്ങി. അങ്ങനെ ഇയാൾ കാണിച്ചിട്ട്, ഇയാൾ 2-3 വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇയാളെയും കാണിച്ചിട്ടും നമ്മൾ വീക്കിലി വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മാറില്ല. നല്ല രീതിയിൽ നമുക്കവിടെ പൈസക്ക് ചിലവുണ്ടായി കേട്ടോ. അങ്ങനെ ഇവരെ കാണിച്ചു, ഈ ഡോക്ടറെ കാണിച്ചിട്ടും മാറ്റില്ലായിട്ട്. ഇത് സ്കിന്നിൻ്റെ ഡോക്ടറാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും കാണിക്കാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ട്രിക്ക് മാറി ഇയർ കേട്ടോ. ഇത് 2 ഇയറിലാണ് കാണിച്ചത്. ഉള്ളിലോട്ട് മരുന്നൊന്നുമില്ല, പക്ഷേ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ഓക്കെ കുറച്ചേരം മതി. അതായത് ഒരുതരം ഓയിൻമെൻറ്റ് ഉണ്ടല്ലോ, ഇതും പ്രശ്നമാണ്. നമ്മളെ മേത്ത് അപ്ലൈ ചെയ്യുന്ന സ്കിന്നിന് വേറെ ഡാമേജസ് ഒക്കെ വരും. അങ്ങനെ പുറത്തുള്ള ഓയിൻമെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അത് തേച്ചാൽ മാറും. പക്ഷെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറെ സെറ്റാഫിലൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തു. അതും ഒരുപാട് വട്ടം കാണിച്ചു, കുറേ വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാറ്റവും വന്നില്ല. ഒന്ന് കുറയും, പിന്നെ അതുപോലെ വരും. മോള് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്ന സൗണ്ട് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ, ഹസ്ബൻഡിൻ്റെ അനിയത്തി, ആൾക്ക് ഇതേപോലെ ഡ്രൈ സ്കിന്നാണുള്ളത്. അപ്പോൾ ആളുടെ ഇതേപോലെ ഇങ്ങനെ മുഖത്തൊക്കെ ഈ പ്രശ്നം, അങ്ങനെ ആളുടെ ആ ഒരു സ്കിന്നിൻ്റെ പ്രശ്നം മാറി എന്നൊക്കെ പറഞ്ഞിട്ട്, മുടി കൊഴിച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ആ കുട്ടി അവിടെ കാണിച്ച ആ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി, കുട്ടിയുടെ പേര് ഇന്നയാസിലി എന്നാണ് പേര്. അങ്ങനെ അതും കൊണ്ടുപോയി കാണിച്ചു. അതും ഇതേപോലെ അവർ എന്തൊക്കെ ഒരു ലിക്വിഡൊക്കെ മേത്ത് തേക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ലിക്വിഡ് അതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. അത് തേച്ചു. ഓക്കെ, ഒരു 1 വീക്ക് കുറച്ച് കുറഞ്ഞു വന്നു. അത് പിന്നെയും പൊന്തിയിട്ടുണ്ടായിരുന്നു. അത് ഇവരെ കാണിച്ചു, മാറ്റമല്ല. സത്യം പറഞ്ഞാൽ ആ ടൈം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഒരുപാട് ഇത് കരഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുട്ടി ഉറങ്ങൂല്ല, ഇങ്ങനെ ചൊറിയണത് നമുക്കെന്നെ അറിയാൻ പറ്റും. എവിടെയെങ്കിലും ഇറിറ്റേഷൻ ആയി അത്രയും ബുദ്ധിമുട്ടാണ്. അവളിങ്ങനെ കടന്ന് ചൊറിയുക, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇത്തിരി പ്രൊഡക്റ്റിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല കേട്ടോ. കാരണം പൊതുവെ ഞാൻ സ്കിന്നൊന്നും കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, സ്കിന്ന് നോക്കണതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ക്രീമൊന്നും തേക്കാത്ത ആൾ. കാരണം എന്തെങ്കിലും ക്രീം തേച്ച ആളുകളൊക്കെ കണ്ട് അതിനെ ഫുള്ള് കുരിക്കണോ അടയാളങ്ങളായിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് നിൽക്കില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഈ ഇവളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കാരണം ഞാനിങ്ങനെ സ്കിന്നിനെ കുറിച്ചും നമ്മൾ ട്രെയിനിങ്സ് ആണെങ്കിലും സ്കിന്നിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ഒരു 4-5 ഡോക്ടർമാരെ നമ്മൾ കാണിച്ച് ഇവിടെ ഒന്നും മാറ്റില്ല. ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചു, അതായത് ആയുർവേദ ഡോക്ടറാണ്. കിനയ അങ്ങനെ ഇങ്ങനെ ഒരുപാട് മരുന്ന് അവർ എഴുതി തന്നു. ഇത് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും വല്ലാണ്ട് ഇല്ല. ഇതൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ളതിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ആയുർവേദമൊക്കെ. അങ്ങനെ ഇത് കുടിക്കാൻ ഭയങ്കര പണിയാണ്. കുട്ടി കുടിക്കില്ല. ഇങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി കഴിയും കാലൊക്കെ ഒതുക്കി അങ്ങനെ അത് കൊടുത്തു ഒരു ബോട്ടിലേക്ക് കഴിഞ്ഞു. ചെറിയൊരു മാറ്റം ഉണ്ടായി. പക്ഷേ അത് കൊടുക്കുന്ന സമയത്ത് മുട്ട കൊടുക്കാൻ പറ്റില്ല, ചിക്കൻ കൊടുക്കാൻ പറ്റില്ല, ബീഫ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ എരിവുള്ളൂ. എരിവ് പോട്ടെ, ഈ ഒരു നോൺ വെജ് ആയിട്ടുള്ള ഒന്നും ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ മീൻ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കാണാണ്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുക. നല്ല ഇത് ബുദ്ധിമുട്ടിട്ടുണ്ട് ആ സമയം. ഒരു 3-4 മാസം അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ബോട്ടിലും ഈ വീണ്ടും സമയക്കണം. ഇപ്പോൾ ഇതിനെ പൊട്ടി അത് വായൊക്കെ വെച്ചിട്ട് കുട്ടി ഒരു ദിവസം എടുത്തു അതിന് കഷ്ടിന് മാറ്റാൻ വായന ആ ഒരു ഇത് പോവായിട്ട്. അങ്ങനെ ഇതും നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ജസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മോളെ പേര്. അപ്പോൾ അങ്ങനെ ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഇവർ ഇതേപോലെ ഒരുപാട് ഹോമിയോ തുള്ളിമരുന്നൊക്കെ നിൽക്കണം. അപ്പോൾ ഇവർ കാണിച്ച സമയത്തും ഇവർ പറഞ്ഞത് മറ്റേത് എൻ്റെ ഹസ്ബൻഡൊക്കെ ആദ്യമൊക്കെ നെഗറ്റീവ് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 hourൻ്റെ തന്നെ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാനുള്ള രീതിയിൽ 4 hourൻ്റെ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചാണ്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ മുന്നേ കാണിച്ച ഒരുപാട് ഇംഗ്ലീഷ് മരുന്നിനെ കാണിച്ച ആ ഒരു ക്രീമൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഇവരുടെ പ്രൊഡക്റ്റും പിന്നെ പുറത്ത് ക്രീം
അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ക്രീമൊന്നും ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളെ ക്രീം ഉണ്ടല്ലോ, നമ്മളെ മോയ്സ്ചറൈസിങ്ങും അലോ ലോഷനും ഇത് രണ്ടും പിന്നെ ഇത് രണ്ടും പിന്നെ മറ്റേ ഇതില്ല കേട്ടോ, പ്രൊപ്പോളിസും അലോ ലോഷനും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഈ 4 പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു. ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് ചോദിച്ചു. അങ്ങനെ അവർ നോക്കിയപ്പോൾ അവർ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പിന്നെ അലോ ജെല്ല് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഓക്കെ ഇത് യൂസ് ചെയ്തോ മാർക്കറ്റിൽ അവർ നന്നായി സെറ്റാഫിലായിക്കോട്ടെ, അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും ഇനി യൂസ് ചെയ്യേണ്ടെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഹോമിയോ മരുന്ന് ഉള്ളിലോട്ടും കഴിച്ചു. അതേപോലെ തന്നെ ഇതൊക്കെ ഒന്ന് പുറത്തോട്ടും ഞാൻ ഇത് ഇങ്ങനത്തെ അലോ ലോഷനും ഇതും ഇപ്പോൾ ഉപയോഗിക്കുന്ന അലോ ലോഷൻ അതിലില്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനും അവളും ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യാറ്. അപ്പം അങ്ങനെ അത് പല ലോഷനാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതായത് മോർണിംഗ് ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അല്ലെങ്കിൽ അലോ ലോഷൻ ഉപയോഗിക്കും. ദെൻ അലോവേര ജെല്ലി രാത്രി ഉപയോഗിക്കും. അലോവേര ജെല്ലിയും പ്രൊപ്പോളിസും മിക്സ് ചെയ്തിട്ട് രാത്രി ഉപയോഗിക്കും. അങ്ങനെ ചെയ്തിട്ട് ആളുടെ പ്രശ്നം മാറിക്കണം. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഗാലറിക്ക് നോക്കാന്നുണ്ടെങ്കിൽ ആൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫുള്ള് കുപ്പായ ഇടാതെ, കുപ്പായ ഇടൂല ആൾ വീട്ടിൽ നിന്ന്. പുറത്ത് പോകുമ്പോൾ ഇടും, വീട്ടിൽ നിന്ന് ആൾ കുപ്പായ ഇടില്ല. കാരണം ആൾക്ക് ഈ ചൊറിച്ചിൽ കാരണം കുപ്പായിട്ട് ആൾക്ക് ചൊറിയാൻ കഴിയില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ട്. ആൾ കുപ്പായം തന്നെ ഇടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം, വീഡിയോ കാണിക്കാം. ആളിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം ആൾക്ക് മാറി, ആ ഒരു സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ ആൾക്ക് മാറി. ആളിപ്പോൾ കുപ്പായ ഇടാണ്ടിരിക്കില്ല. അവർ ടൈം തന്നു, ഒരു 3 മാസം കഴിയുമ്പോഴത്തേന് ഇത് റെഡി ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 മാസം ആകുമ്പോഴത്തേന് ആളുടെ പ്രശ്നങ്ങളൊക്കെ മാറുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ഈ ഒരു പുറത്ത് ഉപയോഗിച്ച് ജെല്ലി പ്രൊപ്പോളിസും പിന്നെ മോയ്സ്ചറൈസിങ്ങും ലോഷനും കൂടി ആയപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് മാറിയത്. നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം, ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തോണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ട്രസ്റ്റ് ഫോർവേഡിൽ വന്ന് മാത്രമല്ല എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായത്. ഈ ഒരു പ്രശ്നം മാറണ്ട കേട്ടോ. ഇതും പിന്നെ മന്ത്ലി കറക്റ്റ് ദിവസം ഇൻകം കിട്ടും, അതൊക്കെ. പക്ഷേ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. പ്രൊഡക്റ്റൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊപ്പോളിസും ജെല്ലി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ സ്കിന്നുള്ളവർക്ക്. പ്രൊപ്പോളിസ് നൈറ്റൊക്കെ യൂസ് ചെയ്ത് കടന്നു കഴിഞ്ഞാലും പ്രൊപ്പോളിസും ജെല്ലി മിക്സ് ചെയ്ത് തേക്കാൻ കേട്ടോ. കാരണം പ്രൊപ്പോളിസ് കുറച്ച് കട്ടിയുള്ള ഇതാണ്. പ്രൊപ്പോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പോളിസ് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടത് തോന്നുന്നുണ്ട്, കാരണം അത് സ്കിൻ കെയർ ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ നമ്മളെ സുജാത മേഡം. അപ്പോൾ ഈ പ്രൊപ്പോളിസ് അറിയാമല്ലോ, അതായത് നമ്മൾ ഈ തേനീച്ചക്കൂടിൻ്റെ പുറത്ത് അവർ വെക്കുന്ന, കൂടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു തരം പദാർത്ഥമാണ്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണ്. ഓക്കെ, ഇത് നമ്മളെ ഫേസിൽ യൂസ് ചെയ്തതിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ പൊല്യൂഷനൊന്നും ഉള്ളിലോട്ട് വരില്ല. ഇത് കുറച്ച് കട്ടിയാണ്. സോ ഇത് സ്കിന്നിലോട്ട് പെട്ടെന്ന് പെനട്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലോവേര ജെല്ലി ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെനട്രേറ്റ് ആവും. കാരണം അലോവേര ജെല്ലി പെട്ടെന്ന് പെനട്രേറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നമ്മൾ അലോവേര ജെല്ലി ഇതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ അലോവേര ജെല്ലി ജെല്ലി നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മനസ്സിലാവും. മാർക്കറ്റിൽ അലോവേര ജെല്ലി യൂസ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പോലും അത് കഴുകി കഴിഞ്ഞാൽ ഒരു മെഴുകി ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ അലോവേര ജെല്ലി യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് കഴുകി കഴിഞ്ഞാൽ ഒന്നും പോകില്ല കേട്ടോ, ഒന്നും മുഖത്തുനിന്ന് പോകില്ല. കാരണം അത്രയും പെട്ടെന്ന് അത് പെനട്രേറ്റ് ആവും. തീർന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് പഴയതാണ്. ഓക്കെ, സോ അങ്ങനെ ഈ പ്രൊപ്പോളിസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു വില കൊടുക്കേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ പ്രൊപ്പോളിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ പ്രൊപ്പോളിസിന് പകരമായിട്ട് നിങ്ങൾക്ക് അവിടെ ആൽഫ ഫാക്ടർ ഉപയോഗിക്കാം, അതൊന്നുകൂടി ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. പിഗ്മെൻറ്റേഷൻ ഞാൻ പറഞ്ഞു, ആൽഫ ഫാക്ടർ ഉപയോഗിക്കാം. പിഗ്മെൻറ്റേഷൻ ബെസ്റ്റാണ്. കാരണം നമുക്ക് എന്താണ് കൺസേൺ, അതിന് നല്ല റിസൾട്ട് കിട്ടും. കാരണം ഈ ഒരു സെറത്തിൻ്റെ ഈ മോണിക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. സോ അത് നല്ല രീതിയിൽ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് എന്താണ് അവിടെ വേണ്ടാത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്ത് തരും. അതാണ് ഈ ഒരു സെറം ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത, നമ്മളെ സെറം ഉപയോഗിക്കുന്നതിൻ്റെ. ഈ R3 ഫാക്ടറും ആൽഫ ഫാക്ടറും പെട്ടെന്ന് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ സൺബേൺ ഉണ്ടാവില്ല, സൺബേൺ ടാൻ, അതിനൊക്കെ നിങ്ങൾക്ക് അവിടെ സോണിയ സ്കിൻ കെയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് പഴയ നിറത്തിലോട്ട് എത്തും. പിന്നെ ഞാൻ ഡ്രൈ സ്കിന്നിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പ്രൊപ്പോളിസ് അവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്ലൻസർ ചോദിക്കുന്നുണ്ട്. ക്ലൻസർ ഞങ്ങൾക്ക് അവക്കാഡോ സോപ്പോ അതേപോലെ അവക്കാഡോ സോപ്പ് ഉപയോഗിക്കാം. സോണിയ ഇൻഫിനിറ്റി ഒക്കെ ക്ലൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലിയും ആൽഫ ഫാക്ടർ ഉപയോഗിക്കാം. ഓക്കെ, ടോണറായിട്ട് നമുക്ക് അലോഫാസ്റ്റൊക്കെ ഉപയോഗിക്കാം. ടൂത്ത് ജെൽ, ഓക്കെ, ടൂത്ത് ജെൽ ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ടൂത്ത് ജെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല്ല് കേടില്ല. കാരണം നമ്മളെ ഇപ്പോൾ ഒരുപാട് ഡെൻ്റൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. പണ്ടൊന്നും പല്ലിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, കാരണം ഉമിക്കിരി. പക്ഷേ ഇപ്പോഴത്തെ പേസ്റ്റ് കാരണമാണ് നമുക്ക് പല്ലിന് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ടൂത്ത് ജെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വളരെ ഡ്രോപ്പ്, നമുക്കത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര കട്ടിയാണ് കേട്ടോ. ഓക്കെ, ഭയങ്കര കട്ടിയാണ്. അത് ചെറിയ ഡ്രോപ്പ് എടുത്താൽ തന്നെ കണ്ടോ, വരണമെങ്കിൽ കണ്ടോ, നല്ല കട്ടിയാണ്. അത് ചെറിയ ഡ്രോപ്പ് എടുത്താൽ തന്നെ ഒരുപാട് നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റും. ഒരു 300 പീസ് എന്നൊക്കെയാണ് പറയുക. 10 മാസം 8 മാസം ഒക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമ്മളെ അലോവേര ജ്യൂസിന് ശേഷം സെക്കൻഡ് ഏറ്റവും ഹയർ സെല്ലിങ് വരുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് വരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു ടൂത്ത് ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മറ്റുള്ള ടൂത്ത് പേസ്റ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബ്ലഡ് നമ്മൾ നാവിൻ്റെ അടിയിൽ തേക്കുന്ന ഫുള്ളും നമ്മൾ ഉള്ളിലോട്ട് പോകും, ബ്ലഡിലോട്ട് പോകും.
അപ്പോൾ മറ്റുള്ളതൊക്കെ തേച്ച് നോക്കിക്കഴിഞ്ഞാൽ വാണിംഗ് ഉണ്ടാവും ഇത്ര വയസ്സിന് മുകൾ അതായത് 7 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കരുത് എന്ന്. സത്യം പറഞ്ഞാൽ 4 വയസ്സ് മുതൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, എന്തായാലും അവർ യൂസ് ചെയ്യും. പക്ഷേ വാണിംഗിൽ എന്താ പറയുന്നത്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ കാരണം എന്താണ്, അതിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലൂറൈഡ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മളെ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് നമ്മൾ ടൂജയിലും സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് മാർക്കറ്റിലെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. സയൻസ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പിന്നെ മനസ്സിലാവും കെമിക്കൽ ഇത് അത് മറ്റേ കെമിക്കലാണ്, ഇത് നാച്ചുറലാണെന്നൊക്കെ. അതുപോലെ നിങ്ങൾക്ക് മഞ്ഞളിൽ ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഒരു ഗ്ലാസ് മഞ്ഞൾ വെള്ളം, മറ്റേ ഗ്ലാസ്സിൽ വേറെ മഞ്ഞൾ വെള്ളം, അതിൽ ഒന്നിന് നമ്മൾ ടൂത്ത് ഇടുക, മറ്റേൽ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലെ പേസ്റ്റ് ഇട്ടതിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതേപോലെ ചുവപ്പും കറുപ്പൊക്കെയാണ് കാണാൻ പറ്റും. പക്ഷെ നമ്മളെ ഈ ടൂത്ത് ഇട്ടതിൽ കറക്റ്റ് ആ മഞ്ഞളിൻ്റെ മഞ്ഞയും നമ്മൾ ഈ ടൂത്ത് പച്ചയും കാണാൻ പറ്റും. കാരണം മറ്റേത് എന്തുകൊണ്ട് അങ്ങനെ കാണണേ, പിന്നെ ചെവിയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയി നിങ്ങൾ സൗണ്ട് കേൾക്കും, കാരണം കെമിക്കൽ റിയാക്ഷൻ അതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ വേറെ ഈ ബോട്ടിലിൽ ലേബിൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ പറഞ്ഞുതരും. അതിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ക് പൗഡർ, എല്ലുപൊടി, ബ്ലീച്ചിങ് പൗഡറൊക്കെയാണ് അതിൽ വരിക. ഓക്കെ, കാരണം ഇപ്പോൾ ഈ അവർ പറയും പല്ല് വെളുക്കുന്നൊക്കെ. ഇപ്പോൾ ഏതൊരു കമ്പനി ഉണ്ടാവും, പെപ്സോഡൻ്റെ ഒക്കെ പറഞ്ഞ കമ്പനി, അപ്പോൾ എല്ലാം കൊണ്ടില്ല. അപ്പോൾ അത് പല്ല് വെളുക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത്. കാരണം അവരെന്താ ചെയ്യണം, ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇനാമലുണ്ടല്ലോ, നമ്മൾ പല്ലിൻ്റെ ഇനാമലുണ്ടല്ലോ, അത് പൊട്ടണം. ഇനാമൽ നമ്മൾ പല്ലിനെ സംരക്ഷിക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വെള്ള കളറൊക്കെ വരും. ഓക്കെ, പക്ഷെ അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു 30 വയസ്സ് ആയ ഒരാളാണ് ആ ഒരു പേസ്റ്റ് തേക്കുന്നുണ്ടെങ്കിൽ ആളുടെ പല്ല് ഒരു 50 വയസ്സായ ആളുടെ പോലെയൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ പ്രൊഡക്റ്റൊക്കെ ജസ്റ്റ് 1 മാസം ഉണ്ടെങ്കിൽ ഉണ്ടാവും, അതിന് മുന്നേ ആ പേസ്റ്റ് കഴിയും. ഇപ്പോൾ ഈ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ചില ആളുകൾക്കൊക്കെ ഈ തണുപ്പുള്ളതും എനിക്കുണ്ടായിരുന്നു കേട്ടോ, അവിടെ വരുന്നതിൻ്റെ മുന്നേ തണുപ്പുള്ളതും ചൂടുള്ളതും കഴിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു പല്ലിന് നല്ല ഇറിറ്റേഷൻ വരും. മാത്രമല്ല ഇതിൽ മാർക്കറ്റിലത്തെ പ്രൊഡക്റ്റിൽ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൂറൈഡ് കാരണം പല കുട്ടികൾക്കും ഐക്യു നഷ്ടപ്പെടും, ബുദ്ധിശക്തി കുറയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ടൂത്ത് ജെല്ലിൻ്റെ ആവശ്യം വരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റും ഇത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ വരുന്ന പല്ലിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാൻ പറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. ചിലർ പറയും ഫ്ലൂറൈഡൊക്കെയാണ്, പക്ഷേ നമ്മൾ കഴിക്കണില്ലല്ലോ. പക്ഷേ നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. നാവിൻ്റെ താഴെ പോയാൽ തന്നെ അത് ബ്ലഡിലോട്ട് പോകും. അപ്പോഴാണ് ഈ കിഡ്നിക്കും ക്യാൻസറും പല പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ വായുനാറ്റത്തിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പം നമ്മൾക്ക് വല്ല വായുനാറ്റം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ വേറെ ലോയ്ക്ക് അപ്പോൾ ഈ വായുനാറ്റത്തിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. പിന്നെ പുണ്ണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പുണ്ണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് പുണ്ണ്. അപ്പോൾ പുണ്ണിന് നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെ തൊണ്ടവേദന, അൾസർ, അതിനൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ടൂത്ത് ജെല്ല്. തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഗാർഗിൾ ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്തിട്ട്. പല ആളുകൾക്കും എന്തിനാണ് ബ്രഷ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ബ്രഷ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്ടീരിയ വരും. ഈ ബാക്ടീരിയയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ബ്രഷ് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ടൂത്ത് ജെല്ലിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. സോ ഇത് ബാക്ടീരിയയൊക്കെ റിമൂവ് ചെയ്യും. മാർക്കറ്റിൽ കിട്ടുന്നതിൽ ബാക്ടീരിയ പ്രോപ്പർട്ടി ഉണ്ടാവുന്നില്ല. ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 1 മാസം യൂസ് ചെയ്ത് മനസ്സിലാവും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന്. ദെൻ ലിബാമിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ഏരിയയാണ് ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ലിബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. കാരണം വിള്ളിൽ മുറിവൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഓരോ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ചിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. സോ അതിനൊക്കെ നിങ്ങൾക്ക് അവിടെ ഹെൽപ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റാണ് ലിബാം. ഒരുപാട് മൾട്ടി യൂസേജ് ആട്ടോ. കുട്ടികൾക്ക് മുറിവ് ഉണ്ടായി കഴിഞ്ഞാലും കൊതുകടിച്ച അടയാളം വന്നാലും ഒക്കെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഈ ചുണ്ട് കറക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്പ് കൂടെ ഓക്സിജൻ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഈ ലിബാമും മാർക്കറ്റിലുള്ള ഈ ലിബാമും അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ലിബാമും മാർക്കറ്റിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഉള്ളിലോട്ട് പോകുന്നത് തടയും. അപ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് ആയിട്ട് വരിക ചുണ്ട്. ഈ നമ്മൾ ലിബാം തേച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജൻ ഉള്ളിലോട്ട് പോകുന്നത് തടയില്ല, ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് ഓക്സിജൻ പോകുന്നത് കോൺസ്റ്റൻ്റ് ആക്കും നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഡിയോഡ്രൻറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡിയോഡ്രൻറ്റ് അറിയാൻ പറ്റില്ല, നമ്മളെ ആൻഡ്രാംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിൽ അലൂമിനിയം സാൾട്ട് ഇല്ല, മാർക്കറ്റുകളിലൊക്കെ അലൂമിനിയം സാൾട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഡിയോഡ്രൻറ്റ് ആണെങ്കിൽ മൾട്ടി പർപ്പസ് ആണ്. മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നതായിരിക്കും. ഈ മാർക്കറ്റിൽ ഈ അലൂമിനിയം സാൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്യാൻസറിന് വരെ കാരണമാകും. മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിലൊക്കെ അലൂമിനിയം സാൾട്ട് വരുന്നതാണ്. അത് ആ ഒരു വിയർപ്പിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് മാർക്കറ്റിലെ പ്രൊഡക്റ്റൊക്കെ. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ബോട്ടിൽ 1/2 ലിറ്റർ കിട്ടും. അല്ല വലിയ ബോട്ടിലാണ്. നിങ്ങൾ റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മാറേണ്ട. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നിങ്ങൾ ml നോക്കാൻ പറ്റും. നല്ല ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. അതുപോലെ പുതിയ ബോഡി വാഷ് ഉണ്ട്. ബോഡി വാഷിൽ നമ്മൾ വിറ്റാമിൻ എ, pH ബാലൻസ് ആണ്, വിറ്റാമിൻ എ, സി, ഇ. പിന്നെ സ്കിന്ന് റീറ്റെയിൻ ചെയ്യുന്നു, മോയ്സ്ചറൈസർ ചെയ്യുന്നു, ഹൈഡ്രേഷൻ ചെയ്യുന്നു. അതിൽ ആർഗൻ ഓയിൽ, ആർണിക്ക, ഫ്ലവർ എക്സ്ട്രാക്ട്, ജോജോ ബേസ്റ്റർ, ഇതൊക്കെ സ്കിന്നിനെ സ്മൂത്തൊക്കെ ആക്കുന്നുണ്ട്. ബോഡി ലോഷൻ ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിലോട്ട് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, സോഫ്റ്റ് ആവും, മോയ്സ്ചറൈസിങ് ആണ്. അതേപോലെ തന്നെ ഈ ഡ്രൈ അതേപോലെ മെച്ചുവർ സ്കിന്നിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ.
ബോഡി ലോഷന്. നെക്സ്റ്റ് ഡിസയർ ഡ്രീം. ഇത് യൂസ് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിലോട്ട് പോകില്ല. എനിക്ക് പൊതുവെ ഈ സ്പ്രേ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ചില അത്ര ഇഷ്ടമാണ്, അധികം സ്പ്രേ എനിക്ക് ഇഷ്ടമല്ല, കാരണം എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്നാണെങ്കിലും ഇത് യൂസ് ചെയ്യാണ്ട് നിൽക്കില്ല, അത്രയും ഇഷ്ടമാണ് എനിക്ക് നമ്മളെ ബോഡി സ്പ്രേ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രാഗ്രൻസ് ആണ്, ഗ്യാസ് ഇല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്, മാർക്കറ്റിലത്തെ പ്രൊഡക്റ്റിനേക്കാളും ഡബിളായിട്ട് ഇത് പെർഫോം ചെയ്യും. ഓക്കെ, പിന്നെ 1020 സ്പ്രേ ഒന്ന് നടിക്കാൻ പറ്റും. ഇതിൽ ഡ്രീം ബോയ്സിന്, ഡിസയർ ഗേൾസിന് അങ്ങനെ പറയണ്ട, അങ്ങനെ ഒന്നും രണ്ടും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു എനർജി ഡ്രിങ്ക് വരുന്നുണ്ട്, ഫാബ് എന്ന് പറയും, 4 hour ആക്റ്റീവ് ബൂസ്റ്റ് ആണ്. ഇത് എനർജി ഡ്രിങ്ക് ആണ്, നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. ഇത് ലെമൺ ജ്യൂസ്, അതേപോലെ തന്നെ ഗ്രീഫ് കോഫി ബീൻസ്, കഫേൻ ഫ്രം ഗ്രീൻ കോഫി ബീൻസ്, അതേപോലെ തന്നെ വിറ്റാമിൻ ബി ആണ് അടങ്ങിയിട്ടുള്ളത്. നല്ല എനർജി നമുക്ക് അവിടെ കിട്ടും, യാതൊരു കെമിക്കൽ യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചോക്കോ ഫാസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു മിഠായി പോലെ വരുന്നുണ്ട്, ചോക്ലേറ്റ് ബാർ പോലെ വരുന്നുണ്ട്. ഇതിൽ വിറ്റാമിൻസും ഒരുപാട് മിനറൽസും ഒരുപാട് ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബാർസാണ്. നെക്സ്റ്റ് ഹീറ്റ് ലോഷൻ വരുന്നുണ്ട്. ഇതാണ് ഹീറ്റ് ലോഷൻ, എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് ആണ്. എൻ്റെ ഉമ്മ ഇതിൻ്റെ ഒരു ബിസിനസ് ഓണറാണ്. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് എനിക്ക് ഇവിടെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തലവേദന, ഉരവേദന ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂളാവും. നമുക്കത് മസിൽസ് നല്ല റിലാക്സ് വരും. നല്ല വേറെ മാർക്കറ്റിലുള്ള ഓരോ അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ പാടൊക്കെ വരും. അതുകൊണ്ട് പല ആൾക്കാർ ഉപയോഗിക്കാറില്ല, പാട് വരുന്നതുകൊണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ഒരു പാടും വരില്ല കേട്ടോ. പക്ഷേ ആളുകൾക്കുള്ളതാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നമുണ്ടല്ലോ, പേര് ഓർമ്മ കിട്ടുന്നില്ല, തലവേദന എന്തെങ്കിലും സൗണ്ടൊക്കെ വരുമ്പോൾ, അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഹലോ ഹീറ്റ് ലോഷൻ. ഒരു ഹലോ ഹെർബൽ ഇൻഫ്ലേഷൻ ടീ ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് 0 കലോറിയാണ്, വെജിറ്റേറിയൻ ആണ്, ഹോട്ടായിട്ടും ഐസ്ഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും, നല്ല ഫ്ലേവറാണ്. അതുപോലെ ലിക്വിഡ് സോപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് നല്ലതാണ്. ആർഗൺ ഓയിൽ, ജോജോബ ഓയിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ സ്കിന്നെ റിന്യൂ ചെയ്യും, മോയ്സ്ചറൈസർ ബാലൻസ് ചെയ്യണമായിരിക്കും. ഹെഡ് മുതൽ നമുക്ക് ഫുൾ ബോഡി, ഫേസ്, ഹെഡ്, ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാൻഡ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ MSM ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നതാണ് കാലുവേദന, കൈവേദന. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ജിമ്മിന് പോകുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് അവിടെ മസാജ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽസിനൊക്കെ നല്ല രീതിയിൽ അത് റിലാക്സും സോഫ്റ്റ് സൂത്തൊക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് MSM ജെല്ല്. അതുപോലെ RG+, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ സാജിപ്പോൾ ട്രെയിനിങ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പറയുന്ന ആവശ്യമില്ല. ഞാനും എൻ്റെ ഫാമിലി യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഫാമിലിൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അറിയാലോ, നമ്മൾ ഈ പ്രായം കൂടുന്നതനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ കിതപ്പ് കൂടുമല്ലോ, ഈ കിതപ്പ് കൂടുമ്പോൾ നമ്മൾ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയും. അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാവും. RG+ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര എനർജിയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ആ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഓൾറെഡി പറയുന്നുണ്ട്. ഐ വിഷൻ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഫോൺ എല്ലാ രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാഴ്ചശക്തിക്കും പോഷകാഹാരം കിട്ടാത്തൊരു തലമുറ. സോ ഐ വിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി തരും കേട്ടോ. അതുപോലെ തന്നെ C+, ഇത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെയാണ് വരിക കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് തിന്നാൻ, ഓറഞ്ച് തിന്നുന്ന രുചിയാണ്, നമുക്ക് വായിട്ട് കഴിക്കാൻ പറ്റും. എൻ്റെ മോള് മിഠായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ചോക്കോ ആ ബൗറാണ് കൊടുക്കാറുള്ളത്. മാർക്കറ്റിൽ മിഠായി നമുക്കിപ്പോൾ കൊടുക്കാറില്ല. ഓക്കെ, ഇത് വലിയ ബോട്ടിൽ വരുന്നുണ്ട്. C+, വിറ്റാമിൻ സി. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡെലിവറി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഡോക്ടർ മസ്റ്റായിട്ട് കഴിക്കാൻ പറയുന്ന പ്രൊഡക്റ്റാണ് വിറ്റാമിൻ സി. ഓറഞ്ചൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറയും, കാരണം വിറ്റാമിൻ സി വരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 20 ഓറഞ്ച് കഴിക്കുന്നതിൻ്റെ ഗുണമായിട്ട് C+ കഴിച്ച് നമുക്ക് കിട്ടാം. പിന്നെ ആക്ടിവേറ്റ് നമ്മൾ എല്ലിൻ്റെ പ്രശ്നം, മുതുവേദന, ഒരുവേദന, നല്ല പ്രശ്നമുള്ള സംഭവം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചിട്ട് പിന്നെ MSM ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. സോ ബാക്കിയൊക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, ഇനി ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ക്ലെൻസർ ഞാൻ പറഞ്ഞില്ല, അവിടെ വരുന്നതിൻ്റെ മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരുന്നില്ല. പക്ഷേ എപ്പോഴൊന്നും ഉപയോഗിച്ചിരുന്നില്ല, എപ്പോഴേലൊക്കെ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റെ അറിയാം കോമ്പിനേഷൻ സ്കിന്നാണ്. ഇവിടെ പെട്ടെന്ന് ഇവിടെ ഡ്രൈ സ്കിന്നാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു സ്കിന്ന് ഭയങ്കര വെയിൽ കാരണം എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളാടിയോളം വന്നു സ്കിന്നിൻ്റെ. അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ചു, മാറ്റം വന്നില്ല. ഉള്ളിലോട്ട് മരുന്ന് തന്നു, ചിലർ വിറ്റാമിൻ തന്നു. ഒരുപാട് ഡോക്ടറെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടായ സമയത്ത് ആദ്യം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണാൻ പോയി, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി. അങ്ങനെ കാണിച്ചവരുള്ളിലോട്ട് എന്തൊക്കെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തോട്ട് അവർ വേറൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല, അത് അവരാണ് എനിക്ക് ആ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തന്നെ. അങ്ങനെ അവർ കാണിച്ച ആ സൺസ്ക്രീനാണ് ആദ്യം നേരത്തെ കാണിച്ചു തന്നത്. എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു മാറ്റം വന്നില്ല. പിന്നെ ഇവരെ കാണിച്ചു. ഡോക്ടറെ പേര് എൻ്റെ മോളെ കാണിച്ച ആ ഡോക്ടർ തന്നെയാണ്, ഡെർമറ്റോളജി. ഇവരെ കാണിച്ചവർ പറഞ്ഞ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടാന്ന്, ഇത് മാറുന്ന വരെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്ന്.
അങ്ങനെ നോക്കി അങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ട് ഇവരുടെ വിറ്റാമിനും ഇവരുടെ ക്രീമൊക്കെ തേച്ച് തന്നെ കരിക്കട്ടായത്. കാരണം സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കരിക്കട്ടെന്ന് വലിയ മാറ്റം മറ്റേത് യൂസ് ചെയ്തിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേ ഡോക്ടർ സൺസ്ക്രീൻ ഉപയോഗിച്ചത്. കാരണം അത് 3 ഇതാക്കി കഴിഞ്ഞാൽ ആകെ ഒരാഴ്ച പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഫോർവേഡിലെ ഈ ട്രെയിനിങ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ സൺസ്ക്രീൻ വാങ്ങി. ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കത് മാറ്റം. അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ തുടച്ചിട്ട് മോർണിംഗും പിന്നെ കുളി കഴിഞ്ഞാൽ ഈവനിങ് ഉച്ച കുളി കഴിഞ്ഞാലൊക്കെ ഞാനിത് ഡെയിലി ഉപയോഗിക്കാൻ തുടത്തി. അങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടാണ് എനിക്കവിടെ മാറ്റം വന്നത്. കൂടെ ഞാൻ നമ്മുടെ C+ഉം ആർട്ടിക്സിയും ആക്ടിവെച്ചും ഇതൊക്കെ വാങ്ങി. ഇതൊക്കെ ഡെയിലി ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറി. ഓക്കെ, അതേപോലെ മാർക്കറ്റിൽ ഞാൻ ആ ഡോക്ടർ രണ്ടാമത് കാണിച്ച ആ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ തന്നൊരു ക്ലൻസറാണിത്. ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 മുകളിൽ ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് ഒരു മാറ്റം വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോറിൻ്റെ ക്ലൻസറും ഉപയോഗിച്ചു, സൺസ്ക്രീൻ ഉപയോഗിച്ചു. അങ്ങനെ എൻ്റെ ആ ഒരു അടയാളം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അലർജി അവിടെ വരുന്നതിന് മുന്നേ നല്ല ഒരു അലർജിയുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഫുള്ള് എൻ്റെ ഉമ്മ വലിയ എൻ്റെ ഉപ്പ 2 ബ്രദേഴ്സ് ഫുൾ അലർജി. ഫാനിട്ട് അലർജി, പൊടി അലർജിയാണ്. അതേപോലെ തന്നെ അങ്ങനെ പുറത്തേക്ക് ഒന്ന് പോയാലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ അലർജി. തുമ്മ തന്നെയായിരുന്നു. ആ ഒരു പ്രശ്നം മാറിയത് നമ്മൾ അലോവേര ജ്യൂസ് യൂസ് ചെയ്ത് അലോവേര ജ്യൂസും ആർട്ടിക്സിയും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രശ്നം എനിക്ക് മാറിയത്. അങ്ങനെ ആ ജ്യൂസ് യൂസ് ചെയ്ത ശേഷമാണ്. ഇപ്പോൾ അലോ പീച്ചസ് ജ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ അലോ ബെർനെക്ടാറൊക്കെ ഉണ്ട്. നമ്മൾ ട്രെയിനിങ്സിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ ട്രെയിനിങ്സിലുണ്ടല്ലോ അല്ലേ. സോ നിങ്ങൾ ട്രെയിനിങ്സൊക്കെ ഒന്നുകൂടിയും കാണുക, പ്രൊഡക്റ്റൊക്കെ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ ട്രെയിനിങ്സിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബുക്കാണ്. അതായത് കോംബോ പാക്ക് നമുക്ക് അവൈലബിൾ ആവാറുണ്ട്. സോ ആ കോംബോ പാക്കിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബുക്കാണ്. ഒരു ബുക്കിൽ എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് പ്ലാൻ ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. Okay, bye. Wish you all the best for your journey. Thank you.